തലമുറകളെ ചിത്രലോകത്തേക്ക് കൈപിടിച്ചുയർത്തി കൊല്ലം വിയ്യൂർ വീക്ഷണ കലാവേദി. പ്രായം മറന്ന് മീരയും മീരയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനിയും ശ്രീരഞ്ജിനിയുടെ മകൾ പല്ലവി കൃഷ്ണയുമാണ് ഇവിടെ നിന്നും ചിത്രകല അഭ്യസിക്കുന്നത്. തീർത്ഥ രമേശിന്റെ റിപ്പോർട്ടിലേക്ക്. ചിത്രകലയുടെയും ഗാനരചനയുടെയും ലോകത്ത് വിരാജിക്കുന്ന 3 തലമുറയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ആധുനിക സാങ്കേതിക വിദ്യ ഒന്നുമില്ലാത്ത 1970 കാലഘട്ടം മുതൽ ചിത്രലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകി ഇന്നും വരച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ വ്യക്തിത്വമായ മീരയും മകൾ അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനിയും മകളുടെ മകൾ പല്ലവിയുമാണ് കൊല്ലം വിയ്യൂർ വീക്ഷണം കലാവേദിയിൽ ചിത്രകല പഠിക്കുന്നത്. 3 തലമുറയുടെ ചിത്രകലാ പഠനമാണിവിടെ വേറിട്ട കാഴ്ചയാകുന്നത്. നമുക്ക് മീര ചേച്ചിയെ പരിചയപ്പെടാം. നമസ്കാരം മീര ചേച്ചി. നമസ്കാരം. ചിത്രരചനയിലല്ലേ? അതെ. 70 മുതൽക്ക് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ കുറച്ചു കാലം വരച്ചതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തി. പിന്നെ കുടുംബമായി ആ ചിന്തകളിലായി. പിന്നെ 2003 അവസാനമായിട്ട് വരച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ കോഴിക്കോട് സൈമൺ ബ്രിറ്റോ ആർട്ട് ഗാലറിയിൽ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ നല്ല അഭിനന്ദനമൊക്കെ തന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഊർജം വന്നു. അങ്ങനെ ഞാൻ ബേസിക്കായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ നിയമങ്ങളെന്നൊക്കെ അറിയണ്ടേ, അത് വിചാരിച്ചിട്ട് വീണ്ടും ഇവിടെ ചേർന്നു. ജനുവരി 7 ഇവിടെ ചേർന്നു. അങ്ങനെ വരച്ചിട്ടുണ്ട്. 3 ചിത്രങ്ങൾ വരച്ചു. അതിന് ശേഷം അങ്ങനെയിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മീര ചേച്ചിയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനിയാണ്. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ചേച്ചി വരയിലാണോ? അതെ അതെ അതെ. ഇപ്പൊ എന്താണ് വരച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം 2 കുതിരകളുടെ ഒരു ചിത്രമാണ്. പൊതുവേ ഞാനും പെൻസിൽ ഡ്രോയിങ് തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വീക്ഷണത്തിൽ ചേർന്നതിന് ശേഷമാണ് ഓയിൽ പെയിൻറ്റിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ. ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് അനാട്ടമി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് ഓയിൽ പെയിൻറ്റിംഗ് ആണ് ഇഷ്ടപ്പെട്ടൊരു മീഡിയവും. അപ്പം അതിപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിച്ച് ശൈശവ ദശയിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. വിനോദ് മാഷാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെതും കാപ്പാട് ആർട്ട് ഗാലറി, സൈമൺ ബ്രിറ്റോ ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടൊരു പ്രദർശനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ചിത്രങ്ങളും ഏകദേശം 50 വർഷം മുമ്പാണ് അമ്മ വരച്ചത് മുഴുവനും. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം ലാമിനേറ്റ് ചെയ്ത് ഒക്കെ പ്രിസർവ് ചെയ്ത് എല്ലാം വെച്ചതാണ്. അപ്പോൾ അത് കണ്ട സമയത്ത് അതിൻ്റെ ക്യൂറേറ്റർ ലാൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വളരെ മടിച്ചിട്ടാണ് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ്റെ അകത്ത് പെൻസിൽ ഡ്രോയിങ്സ് വെച്ചാൽ എങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നറിയാത്തത് കൊണ്ട് ഞാൻ ലാൽ രഞ്ജിത്ത് മാഷിത് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ഇതായി. അങ്ങനെ അത് മുഴുവൻ പ്രദർശിപ്പിച്ചു. അപ്പം മദനൻ മാഷൊക്കെ ഭയങ്കര നല്ലൊരു അഭിപ്രായമായി. അതാണ് അമ്മയ്ക്ക് ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. വീണ്ടും ചിത്രങ്ങൾ പഠിക്കണം. അങ്ങനെ ഒരു 10-50 വർഷത്തിന് ശേഷം വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് 1-2 ചിത്രങ്ങൾ വരച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിൽ എൻ്റെ പെയിൻറ്റിങ്ങുകളും ഞാൻ ഈ കോവിഡ് കാലത്തായിരുന്നു ഓയിൽ പെയിൻറ്റിങ്ങുകൾ ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ പഠിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരച്ച് വെച്ചിരുന്നു. വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം മാഷ ശരിക്കും ഒരു ശ്രീരാമൻ്റെ ഒരു പിക്ചർ ഉണ്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യം. മാഷ ഒരുപാട് ഹെൽപ്പും ഡയറക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ആ ഒരു പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു കൊച്ചു മിടിക്കെ കൂടി പരിചയപ്പെടാം. അഡ്വക്കേറ്റ് ശ്രീരഞ്ജിനി ചേച്ചിയുടെ മകളായ പല്ലവിയെ നമുക്ക് പരിചയപ്പെടാം. ആള് കുറച്ച് തിരക്കിലാണ്, ചിത്രരചനയിലാണ്. അപ്പോൾ എന്താ മോളെ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു ബീച്ചിലുള്ള കുറച്ച് പേര് ബീച്ചിൽ നിൽക്കുന്ന ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയും അമ്മമ്മയും ആണോ ഇൻസ്പിറേഷൻ? അല്ല, ഞാൻ ചെറുതായപ്പം തൊട്ടേ ഒരു 1-2 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചിത്രമൊക്കെ വരയ്ക്കായിരുന്നു. അപ്പം എനിക്ക് ചിത്രത്തിനോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പം അമ്മ കഴിഞ്ഞ വർഷം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത്. ഇവിടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മാഷന്മാരൊക്കെ എങ്ങനെയാണ്? അപ്പോൾ മാഷൊക്കെ പാവാണ്, നല്ലോണം പറഞ്ഞൊക്കെ തരും. തെറ്റുണ്ടെങ്കിൽ ആ തിരുത്തിയൊക്കെ തരും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7. ഏത് സ്കൂളിലാണ്? കൊയിലാണ്ടി ഗേൾസ്. ആധുനിക സാങ്കേതിക വിദ്യ ഒന്നുമില്ലാത്ത കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ മീരയെ വീക്ഷണം കലാവേദി ഡയറക്ടറായ കരുണൻ മാസ്റ്ററാണ് ചിത്രകലാരംഗത്ത് വീണ്ടും സജീവമാക്കിയത്. 35 വർഷമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട്. 1989 സംഗീത ഉപകരണ സംഗീത ചിത്ര ലോകത്തിലേക്ക് ആയിരക്കണക്കിന് പ്രതിഭകളെ എത്തിക്കാൻ സാധിച്ച നമ്മുടെ സ്ഥാപനത്തിലെ ഒരു നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അതിലുപരി ആയിരക്കണക്കിന് പ്രതിഭകൾ അവരുടെ കലാപരമായിട്ടുള്ള കഴിവ് തെളിയിച്ചുകൊണ്ട്
സംസ്ഥാന യുവജനോത്സവത്തിൽ ഉൾപ്പെടെ നിരവധി തവണ ഈ വർഷവും നിരവധി തവണ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ നാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലെ ഒരു നല്ല അനുഭവമായി ഇതിനെ കാണുന്നു. ചെറുപ്പകാലം മുതലേ ചിത്രകലയോട് താല്പര്യമുണ്ടായിരുന്ന മീര ആദ്യകാലങ്ങളിലൊക്കെ കലണ്ടറുകളും ഗ്രീറ്റിംഗ് കാർഡുകളും നോക്കിയായിരുന്നു ചിത്രരചനാ ലോകത്തേക്ക് കടന്നു വന്നത്. ഇതെല്ലാം ഓരോ കലണ്ടറുകളായിരുന്നു. ഇപ്പോൾ നശിച്ചു പോവുമല്ലോ, കളർ കുറേ കഴിയുമ്പോൾ ചീത്തയായി പോരെ, അപ്പോൾ ചിത്രം വരച്ചപ്പോൾ അങ്ങനെയാണ് ഇത് ഓരോന്നും വരച്ചത്. ഇതൊരു ഗ്രീറ്റിംഗ് കാർഡ് നോക്കി വരച്ചത്. ഇത് പിന്നെ ഹേമമാലിനി, ഇത് പിന്നെ കേരള സോപ്സിൻ്റെ കാലണ്ടറായിരുന്നു, അപ്പോൾ അത് നോക്കി വരച്ചത്. ഇതും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ചിത്രം കണ്ടിട്ട് വരച്ചത് ശ്രീരാമൻ, അതൊരു കാലണ്ടർ നോക്കി വരച്ചതാണ്. ഭയങ്കര പാഷനായിരുന്നു. പക്ഷെ അത് ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും അതിന് പ്രോത്സാഹിപ്പിച്ചില്ല. 63-64 കാലങ്ങളിലൊന്നും പെൺകുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ. അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമോ, അങ്ങനെയുള്ള ഒരു ഇതിലായി പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വരയ്ക്കാൻ പറ്റാത്ത, അങ്ങനെ കോളേജിലൊക്കെ ചേർക്കാൻ പറഞ്ഞ് കേട്ടില്ല ആരും. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരുന്ന് വരയ്ക്കാൻ തുടങ്ങിയ ഇതൊക്കെ. അങ്ങനെ 8-9 ചിത്രം വരച്ച്, 9 അല്ല 12 വരച്ചിരുന്നു. 3 നശിച്ചു പോയി, എങ്ങനെയൊക്കെയോ പോയി. ഒരു സീതാ സ്വയംവരം, പിന്നെ വേറെ ഏതാ ഒരു രാജകുമാരി തോഴിയുള്ള ഒന്ന്, പിന്നെ കൃഷ്ണൻ രാധയുള്ള ഒന്ന്, അങ്ങനെ ആ ചിത്രങ്ങളൊക്കെ നശിച്ചു പോയി. പിന്നെ കുടുംബമൊക്കെ അതിൻ്റെ ശേഷം പിന്നെ കുടുംബ പ്രാരബ്ധങ്ങളായില്ലേ, വരയ്ക്കാനൊന്നും നേരമില്ല, പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റുകളൊക്കെ പോയി. അങ്ങനെ ഈ സൈമൺ വീണ്ടും തുടങ്ങി. അപ്പോൾ അതിൽ വലിയൊരു പ്രോത്സാഹനമായി. അവിടെ നിന്ന് മദനൻ സാറൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് കേട്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീണ്ടും തുടങ്ങാൻ വിചാരിച്ചിട്ട് വരച്ച് 2 ഇവിടെ ചേർന്നതിന് ശേഷം വരച്ചിട്ടുണ്ട് അവിടെയുള്ള ചിത്രങ്ങൾ. അതിലൊന്ന് ശിവൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ചിത്രം ഞാൻ സ്വയം വരച്ചു അവിടെ നിന്ന്, വീട്ടിൽ നിന്ന്. അവിടെ വന്ന് സാറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു.